മക്കളെ, ദ ചെയിൻ ഓഫ് ലൈഫ് എന്നുള്ള ചാപ്റ്ററിന് അല്ലെങ്കിൽ ഒറ്റയല്ല ഒരു ജീവിയും എന്നുള്ള ചാപ്റ്ററിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതും എന്നാൽ ചോദിച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് എഴുതാവുന്നതുമായ ഒരു ചിത്രം സാറ് പറയട്ടെ. ഒരു ചിത്രം വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചിത്രം നമ്മുടെ പേപ്പറിൽ തരും അല്ലേ. എന്നിട്ട് നമുക്കറിയാം സർവൈവൽ ഉണ്ടാവാൻ അല്ലെങ്കിൽ എല്ലാവരും ഒന്നിച്ച് നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ജീവനുള്ള വസ്തുക്കൾ തമ്മിൽ എന്താണ് സഹകരിച്ചു പോവാറുണ്ട്. അതുപോലെ തന്നെ ജീവനില്ലാത്ത വസ്തുക്കൾ തമ്മിലും സഹകരിക്കണ്ടേ. സാർ എക്സാമ്പിൾ പറയട്ടെ, അപ്പം നമുക്ക് മനസ്സിലാവും അല്ലേ. എടാ ഇവിടെ ആരുണ്ട്? യെസ്, കുളത്തിൽ മീൻ ജീവിക്കുന്നില്ലേ? മീൻ ഫിഷ് സാറ് ഫിഷ് റൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണുന്നില്ലേ? യെസ്, ആ ഫിഷിന് ജീവിക്കാൻ എന്തൊക്കെ വേണം? ജീവനുള്ള വസ്തുക്കൾ വേണം അല്ലേ. ജീവനില്ലാത്ത വസ്തുക്കളും വേണം. ഈ കുളത്തിൽ ജീവിക്കുന്ന ചെറിയ ചെറിയ മീനുകളെ എന്ത് ചെയ്യും? ഈ മീൻ വലിയ മീൻ ഭക്ഷിക്കാറില്ലേ? അപ്പം ജീവനുള്ള വസ്തുക്കൾ ഈ വലിയ മീൻ ജീവിക്കാൻ ആവശ്യമുണ്ട്. ജീവനുള്ള ചെറിയ കുഞ്ഞു ജീവികൾ. ഇനി ജീവനില്ലാത്ത ഈ ജലം, ഈ വാട്ടർ, ഇവിടെ ഉള്ള വാട്ടറിന് ജീവനുണ്ടോ? ഇവിടെ നമ്മൾ കാണുന്ന വാട്ടറിന് ജീവനുണ്ടോ? ഇല്ല. പക്ഷെ വാട്ടർ നിർബന്ധമല്ലേ ഈ മീനിന് ജീവിക്കാൻ അല്ലേ. വാട്ടർ ഇല്ലെങ്കിൽ, കുളത്തിൽ വെള്ളമില്ലെങ്കിൽ മീനിന് ജീവിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പം നമുക്ക് മനസ്സിലായി നമ്മുടെ പരിസ്ഥിതിയിൽ, നമ്മുടെ എൻവയോൺമെൻറ്റിൽ നമ്മൾ കാണുന്ന എല്ലാ ജീവികൾക്കും ജീവനുള്ള വസ്തുക്കളെയും ജീവനില്ലാത്ത വസ്തുക്കളെയും ആശ്രയിക്കേണ്ടി വരാറുണ്ട്, ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരാറുണ്ട്. നമ്മൾ മനുഷ്യന്മാരെ കാര്യം ആലോചിച്ചു അല്ലേ. നമുക്കെല്ലാവർക്കും ശ്വസിക്കണ്ടേ ഇല്ലേ? റെസ്പിറേഷൻ വേണ്ടേ? വായു നമ്മൾ എടുക്കുന്നില്ലേ അല്ലേ? ഈ വായുവിന് ജീവനുണ്ടോ? ഇല്ല അല്ലേ. എയറിന് ജീവനുണ്ടോ? ഇല്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് അല്ലേ? ജീവനുള്ള പല വസ്തുക്കളെയും നമ്മൾ കറി വെച്ചിട്ടും പൊരിച്ചിട്ടൊക്കെ കഴിക്കാറുണ്ട് അല്ലേ. കോഴിയൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ചിക്കനൊക്കെ വയൽ വെള്ളം വരുന്നുണ്ട് അല്ലേ. ചിക്കനൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഷവർമ്മയായിട്ടും അൽഫാമായിട്ടൊക്കെ കഴിക്കാറുണ്ട്. അവർക്കൊക്കെ ജീവൻ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. അപ്പം നമുക്കറിയാം പല വസ്തുക്കളെയും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിൽ പലർക്കും ജീവനുണ്ട്, പലർക്കും ജീവനില്ല. അപ്പം നമ്മൾ പറയും ലിവിങ് തിങ്സ് അഥവാ ജീവനുള്ളവ, നോൺ ലിവിങ് തിങ്സ് ജീവനില്ലാത്തവ. അപ്പം നമുക്കൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഈ കാണുന്ന ഫിഗറിൽ ജീവനുള്ളവർ ആരൊക്കെയാണ്, ജീവനില്ലാത്തവർ ആരൊക്കെയാണ്? സാർ ജസ്റ്റ് ഇതിൽ കുറേ പേരുണ്ട്, കുറേ ആളുകളുണ്ട്. ബാക്കി നിങ്ങൾ 2 പേരെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. സാർ പറയാം. സോ ലിവിങ് തിങ്സ് ഞാൻ അതിൽ കാണുന്നത്, ഒന്ന് ഒരു ഡക്ക് ഉണ്ട് അല്ലേ, ഡക്കുണ്ട്. പിന്നെ ഡക്ലിങ്സ് ഉണ്ട് അല്ലേ, അതിൻ്റെ കുട്ടികളുണ്ട്. പിന്നെ ആരാണ്? ഫിഷ് പറയാം, ഫിഷ് അല്ലേ. പിന്നെ ആരെ പറയാം? ഫ്രോഗിനെ പറയാം. പിന്നെ ആരെ പറയാം? യെസ്, ആമയെ പറയാം, ടോർട്ടോയ്സിനെ പറയാം, ഡ്രാഗൺ ഫ്ലൈനെ പറയാം, കൊക്കിനെ പറയാം. അങ്ങനെ കുറേ ആളുകളുണ്ട് ഇവിടെ അല്ലേ. ഗ്രാസ് ഹോപ്പർ ഉണ്ട്. അങ്ങനെ കുറേ ആളുകളുണ്ട്. സ്നെയിലുണ്ട് അല്ലേ. ഇവരൊക്കെ ജീവനുള്ള വസ്തുക്കളല്ലേ, അല്ലെങ്കിൽ ജീവനുള്ള ആളുകളല്ലേ? അതെ. ഇനി നോൺ ലിവിങ് തിങ്സ് ആയിട്ട് ആരുണ്ട്? സോയിൽ പറയാം. സോയിൽ എന്താ മക്കളെ? സോയിൽ പറഞ്ഞാൽ മണ്ണ് എന്ന് പറയാം, മണ്ണ് അല്ലേ. പിന്നെ ആരുണ്ട്? വാട്ടറിന് എന്തുണ്ട്? ജീവനുണ്ടോ? ഇല്ല. അപ്പം നമുക്ക് ജലം എന്ന് പറയാം, ജലം അല്ലേ. ഇനിയോ ഗ്രാസ് ഉണ്ട്, ഗ്രാസ്, പുല്ലുണ്ടല്ലോ, പുല്ല് മക്കളെ. ഗ്രാസ് എന്ന് പറഞ്ഞാൽ പുല്ലല്ലേ. പുല്ലിന് ജീവനുണ്ടോ? ജീവനില്ല. അപ്പം എൻ്റെ മക്കൾ ചെയ്യേണ്ട കാര്യം, യെസ്, എല്ലാവരും ഉറപ്പായിട്ടും ഒരു ജീവനില്ലാത്തവയെയും നോൺ ലിവിങ് തിങ്സിന് എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക ഒരാളെ. അതുപോലെ രണ്ടാമത് ഇതിനെയും കമൻറ്റ് ചെയ്യുക, ലിവിങ് തിങ്സിനെയും കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, മുമ്പേ കൂട്ടി കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാക്സിമം നിങ്ങൾ കമൻറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അതായത് ആരെങ്കിലും ഒരാൾ ഇപ്പോൾ നോൺ ലിവിങ് തിങ്സ് ആയിട്ട് ആരെ പറയാം? എയർ പറഞ്ഞു വിചാരിക്കുക, അല്ലെങ്കിൽ സൺലൈറ്റ് പറഞ്ഞു വിചാരിക്കുക. അപ്പോൾ ഓൾറെഡി കമൻറ്റിൽ സൺലൈറ്റ് കിടക്കുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ സൺലൈറ്റ് അല്ലാത്ത ഒരു നോൺ ലിവിങ് തിങ് കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് കുറേ ലിവിങ് തിങ്സും കുറേ നോൺ ലിവിങ് തിങ്സും കമൻറ്റ് ബോക്സിൽ നിന്ന് കിട്ടും. സോ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഉഷാറായിട്ട് കമൻറ്റ് ചെയ്യുക. ഇതുപോലെ ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് എന്തായാലും നല്ല മാർക്ക് വാങ്ങാൻ പറ്റും. സോ ഓൾ ദി ബെസ്റ്റ്.